സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഞാൻ CBCIയുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ചില അഭിപ്രായ പ്രകടനങ്ങളിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു: യേശു ക്രിസ്തുവിനെ മറ്റു മതങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് പറയാതെ പുതിയ തലമുറയോട് യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുക അസാധ്യമാണ്. അപ്പോൾ ഒരു യുവാവായ ആർച്ച് ബിഷപ്പ് എന്നോട് ചോദിച്ചു, സാറേ, എന്താണ് യേശുക്രിസ്തുവിൻ്റെ യുണീക്ക്നെസ്, അഥവാ യേശുക്രിസ്തുവിനെ മറ്റു മതസ്ഥാപകരിൽ നിന്നും മറ്റു മതങ്ങൾ പഠിപ്പിക്കുന്നതിൽ നിന്നും എന്താണ് വ്യത്യസ്തമായിട്ട് പറയാനുള്ളത്? പ്രിയമുള്ളവരെ, ഇത് ഒരു ബിഷപ്പ് എന്നോട് ചോദിച്ചപ്പോൾ ആദ്യമേ തന്നെ ആ ബിഷപ്പിൻ്റെ, ആർച്ച് ബിഷപ്പിൻ്റെ എളിമയിൽ ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം ഒരു അൽമായനായ എന്നോടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ഒരു കാര്യമാണ് എന്നോട് അദ്ദേഹം ചോദിക്കുന്നത്. അതിനാൽ തന്നെ ഞാൻ അത് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥനുമാണ്. കാരണം ഒരു സഹായമാണ് ആ ചോദ്യത്തിലുള്ളത്. എന്താണ് യുണീക്ക്നെസ്? പ്രിയമുള്ളവർ, എന്താണ് യുണീക്ക്നെസ് എന്ന് എന്നോട് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ദൈവശാസ്ത്രം പഠിക്കുകയും അധികാരം കൈയാളുകയും ചെയ്യുന്ന ഒരു ആർച്ച് ബിഷപ്പിന് ചോദിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം സഭയുടെ പരമ്പരാഗതമായ പഠനങ്ങളിലൊന്നും അതിനെ വ്യക്തമാക്കുന്ന വിധത്തിലുള്ള ഒരു പഠിപ്പിക്കലുകൾ ഇല്ല എന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു അബദ്ധത്തിലേക്ക് ഇത് വരാനുള്ള കാരണം എന്താണ്? ഈ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുന്നതിൽ നമ്മുടെ പല ദൈവശാസ്ത്രജ്ഞന്മാരും തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നതാണ് ഞാൻ കണ്ടെത്തിയത്. എൻ്റെ ആ ഹൈപ്പോത്തസിസ് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷെ എൻ്റെ ചിന്തകൾ എന്താണെന്ന് ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ, ക്രൈസ്തവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൻ്റെ ഓരോ വാക്കുകളും ഓരോ ഉദാഹരണങ്ങളും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അവയ്ക്ക് പഴയ നിയമഗ്രന്ഥങ്ങളുമായും കൂടാതെ ഗ്രീക്ക് തത്വചിന്തയുമായും അവിഭാജ്യമായ ബന്ധമുണ്ടെന്ന് കാണാവുന്നതാണ്. ഉദാഹരണമായിട്ട് മുടിയനായ പുത്രൻ്റെ ഉപമ. ആ ഒരു ഉപമ, അതിൻ്റെ വേര് കിടക്കുന്നത് അരിസ്റ്റോട്ടിലിൻ്റെ എത്തിക്സ് എന്ന് പറയുന്ന ബുക്കിലാണ്. പ്രൊഡിഗാൽ സണ്ണിനെ കുറിച്ചുള്ള ഒരു വിവരണം. ഇനി അല്ലെങ്കിൽ നല്ല ഇടയൻ ആരാകുന്നു? ചെന്നായി വരുമ്പോൾ ചെന്നായിൽ നിന്ന് ആടിനെ സംരക്ഷിക്കുന്നവൻ. അതിൻ്റെ വേര് കിടക്കുന്നത് പ്ലാറ്റോയുടെ റിപ്പബ്ലിക്കിലാണ്. ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ, അത് പ്ലാറ്റോയുടെ വേറൊരു ഗ്രന്ഥത്തിലാണ്. അപ്പം ഇങ്ങനെ പരിശോധിച്ചാൽ പുതിയ നിയമത്തിലെ പല കാര്യങ്ങൾക്കും അതിനു മുൻപ് പഴയ നിയമത്തിലോ ഗ്രീക്ക് തത്വചിന്തയിലോ ഉള്ള അടിത്തറ കണ്ടെത്താൻ കഴിയും. ഉദാഹരണമായിട്ട് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ ലോഗോസ് എന്ന പദം ഹെറാക്ലിറ്റസിൽ നിന്ന് വരുന്നതാണ്. അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ ഗ്രീക്ക് ചിന്തയെക്കുറിച്ച് അറിയണം. ഇനി അരിയപ്പഗോസിൽ പോയിട്ട് വിശുദ്ധ പൗലോസ് പറയുകയാണ്,
പേരില്ലാത്ത ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അജ്ഞാതദേവൻ. അതാണ് യേശു പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പിതാവിൻ്റെ നാമം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പം മറ്റുള്ളവർ വെളിപ്പെടുത്താത്തൊരു നാമമാണ് യേശു വെളിപ്പെടുത്തണേ. അപ്പം ഗ്രീക്ക് തത്വചിന്തയിൽ കാണുന്ന ഈ അടിത്തറ പലരെയും തെറ്റിദ്ധരിപ്പിച്ചു, പല സഭാപിതാക്കന്മാരെയും തെറ്റിദ്ധരിപ്പിച്ചു. യേശു പറയുന്നതും ഗ്രീക്ക് തത്വചിന്ത പറയുന്നതും ഒന്നാണെന്ന്. ഇങ്ങനെ ഒരു പശ്ചാത്തലമുള്ളതിനാൽ പഴയ പല സഭാപിതാക്കന്മാരും, വിശുദ്ധ അഗസ്റ്റീനോസ്, വിശുദ്ധ സിപ്രിയാൻ, വിശുദ്ധ ബേസിൽ, വിശുദ്ധ അക്യൂനാസ്, ഇവരെല്ലാവരും പലപ്പോഴും വിമർശന വിധേയമാക്കാതെ അരിസ്റ്റോട്ടിലിൻ്റെയും പ്ലാറ്റോയുടെയും സിദ്ധാന്തങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ് കത്തോലിക്ക സഭയ്ക്ക് ക്രിസ്തു മതത്തിനെ മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം. അപ്പം എങ്ങനെയാണ് ആ മിസ്റ്റേക്ക് വരുന്നത്? ആ വരുന്നതിൻ്റെ കാരണം അറിയണമെങ്കിൽ അരിസ്റ്റോട്ടിലിനും പ്ലാറ്റോയ്ക്കും മറ്റ് സിസറോയ്ക്കും ഒക്കെ ചില പരിമിതികൾ വന്നിട്ടുണ്ട്. ആ പരിമിതികൾക്ക് ഉത്തരം കൊടുക്കുകയാണ് യേശു ചെയ്യണേ. 12-ാമത്തെ വയസ്സിൽ അവൻ വേദശാസ്ത്രികളുമായിട്ട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രം അറിയാവുന്നവർക്ക് അറിയാം. അവിടുത്തെ ബൈബിൾ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയ ബൈബിളാണ്. കാരണം അവർ ഗ്രീക്കുകാരുടെ അടിമത്തത്തിലായിരുന്നു. ഗ്രീക്ക് തത്വചിന്തയെ ആഴത്തിൽ സ്വാധീനിച്ച ഒരു സമൂഹത്തിലാണ് യേശു മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. അപ്പം അതിന് ഇന്ന കുറവുകളുണ്ട് എന്ന് യേശുവും ശിഷ്യന്മാരും പൗലോസ്ലീയും ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പം ആദ്യം തന്നെ പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടിലിൻ്റെയും കുറവ് എന്താണെന്ന് അറിയണം. എന്നാൽ മാത്രമേ യേശു എന്താണ് പറഞ്ഞതെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇതറിയാതെ ഈ തത്വചിന്തകന്മാരും നമ്മുടെ ദൈവശാസ്ത്രജ്ഞന്മാരും അത് സ്വീകരിച്ചപ്പോൾ 17-18 നൂറ്റാണ്ടിലെത്തിയ പല ചിന്തകന്മാരും പറഞ്ഞു, പുതിയ നിയമം എന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെയും ഗ്രീക്ക് തത്വചിന്തയുടെയും ഒരു സിൻക്രറ്റിക് ടെക്സ്റ്റാണ്. അതിന് യുണീക്കായിട്ട് യാതൊന്നുമില്ല. ഈ പറഞ്ഞ വിമർശനത്തിന് ഉത്തരം പറയാൻ ഇന്നും പലരും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഉത്തരം പറയാൻ കഴിയുന്നില്ല. ആ കഴിയാത്തതിൻ്റെ കാരണം തോമസ് അക്യൂനാസിനെയും വിശുദ്ധ അഗസ്റ്റിനെയും മറികടക്കാനുള്ള ആധുനിക ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഭയമാണ്, മടിയാണ്. ആ മടിയെയാണ്, ആ ഭയത്തെയാണ് ഞാൻ മറികടക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു ഉദാഹരണം പറയാം എങ്ങനെയാണ് അരിസ്റ്റോട്ടിലിനെ വിശുദ്ധ പൗലോസ് തിരുത്തുന്നതെന്ന്. അരിസ്റ്റോട്ടിലിൻ്റെ മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന ഗ്രന്ഥം വായിച്ചു നോക്കിയാൽ അദ്ദേഹം പരമ്പരാഗതമായ ബീയിങ് എന്ന പദത്തെ മാറ്റി സബ്സ്റ്റൻസ് എന്ന പദമാക്കി മാറ്റുകയാണ്. 4 സബ്സ്റ്റൻസുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അത് അതിനു മുമ്പുള്ള തത്വചിന്തകന്മാരുടെയാണ്. ഏതൊക്കെയാണ്? പ്രപഞ്ചമുണ്ടായത് വെള്ളത്തിൽ നിന്നാണെന്ന് താലസ് പറഞ്ഞു. എല്ലാറ്റിൻ്റെയും ഒറിജിൻ വെള്ളമാണ്. വേറൊരാൾ പറഞ്ഞു എല്ലാറ്റിൻ്റെയും ഒറിജിൻ അഗ്നിയാണ്. വേറൊരാൾ പറഞ്ഞു എല്ലാറ്റിൻ്റെയും ഒറിജിൻ വായുവാണ്. വേറൊരാൾ പറഞ്ഞു എല്ലാറ്റിൻ്റെയും ഒറിജിൻ ഭൂമിയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന വായു, ജലം, അഗ്നി, ഭൂമി, ആകാശം, ഈ 5 4 അരിസ്റ്റോട്ടിലെ സബ്സ്റ്റൻസ് എന്ന നിർവചനത്തിൽ മെറ്റാഫിസിക്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ ഒരു അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത്. ബൈബിളിൽ വരുമ്പോൾ ഇതെന്തായിട്ട് മാറി? ഇതിനെല്ലാറ്റിനെയും ഒറ്റയടിക്ക് പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപത്തിൽ, പരിശുദ്ധാത്മാവ് ജലത്തിലൂടെ, പരിശുദ്ധാത്മാവ് വായുവിലൂടെ, പരിശുദ്ധാത്മാവ് ചെളിയിലൂടെ, മണ്ണിലൂടെ. അപ്പം എല്ലാറ്റിൻ്റെയും പിറകിൽ വായുവാണോ, അഗ്നിയാണോ, ജലമാണോ, ഭൂമിയാണോ എല്ലാറ്റിൻ്റെയും എല്ലാ സൃഷ്ടിയുടെയും സോഴ്സ് എന്നതിന് പകരം
പുതിയ നിയമം അവതരിപ്പിക്കുന്നത് അല്ല, അത് പരിശുദ്ധാത്മാവാണെന്നാണ്. അത് പഴയ നിയമത്തിലുണ്ട്. ജലോപരിതലത്തിന് മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവാണ് ഭൂമിയെ രൂപാന്തരപ്പെടുത്തുന്നത്. അപ്പം ഇത് പഴയ നിയമത്തിൽ നിന്ന് എടുത്തതാണോ എന്നപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും. അടുത്തേക്ക് വരാം. അപ്പോഴാണ് ഈ ബന്ധം പൂർത്തിയാവുക. അടുത്ത ഘട്ടത്തിൽ എത്തിക്സ് എന്ന ഗ്രന്ഥം എഴുതിക്കൊണ്ട് ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ അരിസ്റ്റോട്ടിൽ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യൻ ധീരനാകണം, മനുഷ്യൻ നന്മയുള്ളവനാകണം, മനുഷ്യൻ എന്താണ് രാജ്യത്തിനെ സംരക്ഷിക്കണം, മനുഷ്യൻ സത്യം അറിയണം, മനുഷ്യൻ പഠനം നടത്തണം എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതെങ്ങനെയാണ് പ്രായോഗികമാകുക? അതിന് അരിസ്റ്റോട്ടിലിന് ഉത്തരമില്ല. അങ്ങനെ ഒരു ഓപ്പൺ എൻഡ് ടെക്സ്റ്റാണ് അരിസ്റ്റോട്ടിലിൻ്റെ എത്തിക്സ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ പറ്റണ്ടേ? വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. ഇത് ചെയ്യാൻ പറ്റണ്ടേ ഇത്? അപ്പം അരിസ്റ്റോട്ടിലിന് തന്നെ അറിയില്ല ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുക എന്ന്. അപ്പം അരിസ്റ്റോട്ടിൽ അതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് എന്താണ്? അത് പരിശീലിപ്പിക്കണം, ഹാബിച്വേഷൻ. അതിനുള്ള സ്ഥലമാണ് എന്ത്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനെയാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഉന്നയിക്കുന്നത്. എന്ത് നന്മയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കത് പ്രവർത്തിക്കാൻ പറ്റണില്ല. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്തിക്സിൻ്റെ അവസാന അധ്യായത്തിൽ ഓപ്പണായിട്ട് നിർത്തിയിട്ടുള്ള ആ അധ്യായത്തിൽ ഉന്നയിച്ച ചോദ്യമാണ് വിശുദ്ധ പൗലോസ് പറയണേ. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഴയ നിയമത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. അരിസ്റ്റോട്ടിലിൻ്റെ പുസ്തകത്തിൽ അതിനെ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആക്കിയിട്ടുണ്ട്. എല്ലാം എനിക്കറിയാം, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റണില്ല. മാത്രമല്ല, നുണ പറയരുതെന്ന് പറയുന്ന ഞാൻ തന്നെ പോയിട്ട് നുണ പറയുന്നു. മോഷ്ടിക്കരുതെന്ന് പറയുന്ന ഞാൻ തന്നെ പോയിട്ട് മോഷ്ടിക്കുന്നു. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുതെന്ന് പറയുന്ന ഞാൻ തന്നെ പോയിട്ട് അന്യൻ്റെ ഭാര്യനെ മോഹിക്കുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഈ നന്മയൊക്കെ എനിക്ക് ചിന്തിക്കാനേ പറ്റണുള്ളൂ, പ്രവർത്തിക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ എനിക്ക് വിരുദ്ധമായ മറ്റൊന്ന് നിലനിൽക്കുന്നു. അതിൽ നിന്ന് എന്നെ ആരാണ് മോചിപ്പിക്കുക? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എനിക്ക് ഈ പറയുന്ന എത്തിക്സൊക്കെ പ്രവർത്തിക്കാൻ കഴിയും. ഇതാണ് വിശുദ്ധ പൗലോസിൻ്റെ യുണീക്നെസ്. അപ്പോൾ എത്തിക്സ് എന്ന ടെക്സ്റ്റ് പഠിച്ച അനേകം ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. വിശുദ്ധ പൗലോസിനെ കുറിച്ച് പഠിച്ച ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. എത്തിക്സ് എന്ന ടെക്സ്റ്റ് പഠിക്കുന്നത് ഫിലോസഫി പഠിപ്പിക്കുന്ന ആൾക്കാര്, പൗലോസ്ലിയാനെ പഠിപ്പിക്കുന്നത് തിയോളജി പഠിപ്പിക്കുന്ന ആൾക്കാര്. അപ്പം എന്താണ് തിയോളജി പൗലോസ്ലിഹ ആഡ് ചെയ്തതെന്ന് ആരാണ് പഠിപ്പിക്കുക? ആർക്കും പഠിപ്പിക്കാൻ അറിയണില്ല. അതുകൊണ്ട് എന്താണ് പൗലോസ്ലിഹ അല്ലെങ്കിൽ ക്രിസ്തു മതം ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്? എന്താണ് ക്രിസ്തുവിൻ്റെ യുണീക്നെസ് എന്ന് കണ്ടെത്താൻ സഭയിലെ അംഗങ്ങൾക്ക് കഴിയുന്നില്ല. ഈ ഒരു പ്രതിസന്ധി ഉള്ളതുകൊണ്ട് സഭയിലെ ദൈവശാസ്ത്രജ്ഞന്മാർ അതേപടി പ്ലാറ്റോനെ അരിസ്റ്റോട്ടിലിനെ സ്വീകരിക്കുകയാണ് അഗസ്തീനോസും അക്വിനാസും ചെയ്തിട്ടുള്ള 90% പണിയും. അതുകൊണ്ട് തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസ് അനേകമുണ്ടെങ്കിലും അവർ സഭയുടെ വളർച്ചേനെ പിറകോട്ടടിപ്പിക്കുകയാണ്. എങ്ങനെയാണ് അങ്ങനെ വരാനായിട്ടുള്ള കാരണം? ഇതറിയണമെങ്കിൽ യേശു പഠിപ്പിച്ച ദൈവസങ്കല്പവും തത്വചിന്തകന്മാർ പഠിപ്പിച്ച ദൈവസങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. അത് അറിയണമെങ്കിൽ തത്വചിന്തകന്മാരുടെ ദൈവം ആരാണ്? കാരണം ആ ദൈവത്തിനനുസരിച്ചിട്ടാണ് മനുഷ്യനെ നിർവചിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ അതേ ഛായയിലാണ് ദൈവം ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പം മനുഷ്യൻ ആരാണ് എന്നുള്ള കൃത്യമായ അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്
ദൈവം ആരാണ് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ അറിവ് മനുഷ്യനെ കുറിച്ചുള്ള അറിവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ദൈവം ആരാണെന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയും. നമുക്ക് വെറുതെ പറയാം, എന്തെന്ന്, ദൈവത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഞാൻ 10-67 കൊല്ലം ശ്രമിച്ചിട്ട് ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് നൾ ആൻഡ് വോയിഡാണ് അവിടെ കാണുന്നത്. ഒന്നും കാണാനില്ല. ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താ, നമ്മുടെ ബുദ്ധിയിൽ അത് ഒതുങ്ങില്ലേ. അതുകൊണ്ടാണ് കാത്തലിക് ചർച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം ആരാണെന്നുള്ളത് അന്വേഷണത്തിൻ്റെ കണ്ടുപിടുത്തല്ല, വെളിപ്പെടുത്തലാണെന്ന്. അപ്പം ദൈവത്തെ ധ്യാനിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ മനുഷ്യന് സ്വയം ധ്യാനിച്ചുകൊണ്ട് ദൈവത്തെ അറിയാം? മറ്റുള്ള എല്ലാ തത്വചിന്തകന്മാരും, പതഞ്ജലിയോ അഷ്ടവക്രനോ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ആദിശങ്കരനോ ഏറ്റവും അവസാനം വന്ന ശ്രീനാരായണ ഗുരുവോ രമണ മഹർഷിയോ, ഇവരുടെയൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവമില്ല. അവർ പറയുന്നത് പ്രകൃതി ഉണ്ടായിട്ടുള്ളത് ബോധത്തിൽ നിന്നാണ്. ബോധം. അവർ ദൈവത്തെ അല്ല ധ്യാനിക്കണേ, ഈ അവനവൻ്റെ ബോധത്തെയാണ് ധ്യാനിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നത് ബോധം ഏകമാണ്, അതിൽ ദ്വൈതഭാവങ്ങളില്ല. പ്രിയമുള്ളവരെ, ഇത് BC 5-ാം നൂറ്റാണ്ടിലെ പാർമെനൈറ്റ്സ് എഴുതി വെച്ചിട്ടുള്ളതാണ്. അല്ലാണ്ട് ഇത് ആദിശങ്കരൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല. ആ ഇന്ത്യക്കാരുടെ BC 5-ാം നൂറ്റാണ്ടിലെ ഇന്ത്യക്കാരിൽ നിന്ന് കണ്ടെത്തിയതാണോ പാർമെനൈറ്റ്സിൽ നിന്ന് ഇന്ത്യക്കാരിൽ നിന്ന് കണ്ടെത്തിയതാണോ എന്നെനിക്ക് പറയാറിയില്ല. പക്ഷെ പാർമെനൈറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട് ദൈവമേഘമാണ്. അതാണ് എന്നീഡ്സ്. ശ്രീനാരായണ ഗുരു ദൈവദശകം എന്ന് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള 10 പാരഗ്രാഫ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നീഡ്സ് എന്ന് പറഞ്ഞാൽ 9 പാരഗ്രാഫുകളായിട്ടുള്ള അനേകം ദൈവത്തെക്കുറിച്ചുള്ള ധ്യാനങ്ങളാണ്. അത് നടത്തിയിട്ടുള്ളത് പ്ലോട്ടീനൂസാണ്. അത് 2-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ പ്ലോട്ടീനൂസ് ആയാലും പ്ലാറ്റോ ആയാലും പാർമെനൈറ്റ്സ് ആയാലും ശങ്കരാചാര്യരായാലും ശ്രീനാരായണ ഗുരു ആയാലും രമണ മഹർഷി ആയാലും അഷ്ടവക്രനായാലും പതഞ്ജലി ആയാലും എല്ലാവരും പറയുന്നത് ദൈവം ആദിമ സോഴ്സ്, സുപ്രീം ബീയിങ് ഓർ സുപ്രീം സബ്സ്റ്റൻസ് ഈസ് കോൺഷ്യസ്നസ്. ദാറ്റ് ഈസ് വൺ. ഏകം, ദ്വൈതല്ല, ഏകം. ഏകമാണ് സത്യമെങ്കിൽ ദ്വൈതം സത്യത്തിൽ നിന്ന് അകലെയാണ്. അതുകൊണ്ട് സത്യത്തിൽ ചിന്ത എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ്റെ തോട്ട് എന്ന് പറയുന്നതും കോണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത് രണ്ടാണ്. ചിന്ത എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അനുഭവങ്ങളെയോ എൻ്റെ സ്വഭാവത്തെയോ കുറിച്ച്, ഞാൻ എന്നെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നതാണ് ചിന്ത. ദാറ്റ് ഈസ് പെയ്ഡ്. പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാണ്, രണ്ട്. അപ്പൊ ചിന്ത പോലും തിന്മയാണ്. ചിന്ത പോലുമില്ലാതെ ഞാൻ എൻ്റെ ബോധത്തിൽ ആമഗ്നനായി എൻ്റെ ബോധത്തെ അറിയുക എന്നുള്ളതാണ് ദൈവത്തെ അറിയൽ. ആ അർത്ഥത്തിൽ അവർ പറയുന്നത് ശരിയാണ്. കാരണം മനുഷ്യന് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. മനുഷ്യന് അവനവൻ്റെ ബോധത്തെക്കുറിച്ചേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം അവനവൻ്റെ ബോധത്തിൽ ചിന്ത കൂടാതെ ആമഗ്നനായിരിക്കുന്നവൻ സത്യത്തെ അറിയുന്നു. ആ പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് കോണ്ടംപ്ലേഷൻ. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ളത് രണ്ടായി മാറി ചിന്തിക്കുകയും അറിയുകയും ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നതൊക്കെ അധമമായ പ്രവൃത്തികളാണ്. അധമം. അപ്പം ഇവിടെ ഡിഫറൻസസ്, ഏകം എന്ന് പറയുന്നത് പെർഫെക്റ്റ്, ഡിഫറൻസസ് എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ്. ഈ വീട്, ആ വീട്, ആ മനുഷ്യൻ, ഈ മനുഷ്യൻ, ഈ മരം, ആ മരം. അപ്പം അറിവ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവുക? അറിവ് ഉണ്ടാവണമെങ്കിൽ ഡിഫറൻസസിൽ നിന്ന് മാത്രമേ അറിവുണ്ടാവുള്ളൂ. മെറ്റാഫിസിക്സ്
അരിസ്റ്റോട്ടിൽ. മാത്രമല്ല, മെറ്റാഫിസിക്സ് ഒന്നും വേണ്ട, നമ്മൾ പഠിക്കുന്നത് തന്നെ ഇതിൽ നിന്ന് ഇതിനെന്ത് വ്യത്യാസം എന്നറിഞ്ഞാൽ മാത്രമേ അറിവുണ്ടാവുള്ളൂ. അപ്പം അറിവ് പാപമാണ്, ചിന്ത പാപമാണ്. കോണ്ടംപ്ലേഷനാണ് ഏറ്റവും സുപ്രീം ആക്ടിവിറ്റി. ഞാൻ എൻ്റെ ബോധത്തിലായിരിക്കുന്നവൻ സത്യത്തെ അറിയുന്നു, ദൈവത്തെ അറിയുന്നു. അങ്ങനെ വന്നപ്പോൾ പ്ലാറ്റോ എഴുതി വെച്ചു, കോണ്ടംപ്ലേഷൻ ഈസ് ദ സുപ്രീം ആക്ടിവിറ്റി, ധ്യാനം. അരിസ്റ്റോട്ടിൽ എഴുതി വെച്ചു, കോണ്ടംപ്ലേഷൻ ഈസ് ദ സുപ്രീം ആക്ടിവിറ്റി. ഇതറിഞ്ഞപ്പോൾ അഗസ്തീനോസും എഴുതി വെച്ചു, കോണ്ടംപ്ലേഷൻ ഈസ് ദ സുപ്രീം ആക്ടിവിറ്റി. ഇതറിഞ്ഞപ്പോൾ അക്വീനാസും എഴുതി വെച്ചു, സുമ്മ തിയോളജിക്ക 180 ചാപ്റ്റർ. എന്താണ്? കോണ്ടംപ്ലേഷനാണ് സുപ്രീം ആക്ടിവിറ്റി. ധ്യാനിക്കുന്നവൻ ദൈവത്തെ അറിയുന്നു. കാരണം ദൈവം തന്നെ എന്താണ്? ധ്യാനമാണ്. ഈ ദൈവത്തെക്കുറിച്ചാണ് വയലാർ പാടിയത്. വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ, മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ, അന്ധനാര് ഇപ്പോൾ അന്ധനാര്. ഇതാണ് വയലാറിൻ്റെ ചോദ്യം. അപ്പം ദൈവങ്ങളൊക്കെ സ്വർഗത്തിലിരുന്ന് ധ്യാനിക്കുന്ന ആ ദൈവത്തെ അറിയാൻ മനുഷ്യൻ ദൈവത്തെ പോലെയാകാൻ ധ്യാനിക്കണം. അതുകൊണ്ട് പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, സെന്റ് അഗസ്റ്റിൻ, അക്വീനാസ് ഇവരൊക്കെ എഴുതി വെച്ചു, വാട്ട് ഈസ് സുപ്രീം ആക്ടിവിറ്റി? കോണ്ടംപ്ലേഷൻ ഈസ് ദ സുപ്രീം ആക്ടിവിറ്റി. പക്ഷെ യേശു ഇവരെ എല്ലാവരെയും തട്ടിത്താഴ്ത്തിട്ടു. യേശു പറഞ്ഞു, എൻ്റെ പിതാവ് സദാ പ്രവർത്തന നിരതനാണ്. എൻ്റെ പിതാവ് സദാ പ്രവർത്തന നിരതനാണ്. ആൻ ആക്റ്റീവ് ഗോഡ്. അപ്പൊ വീറ്റ കോണ്ടംപ്ലേറ്റീവയാണോ വീറ്റ ആക്റ്റീവയാണോ ക്രിസ്തുവിൻ്റെ ദൈവം? അതുകൊണ്ട് ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഭക്ഷണം. അപ്പൊ എൻ്റെ സെൽഫിൻ്റെ വളർച്ച എങ്ങനെ ഉണ്ടാവുക? ധ്യാനിച്ചിട്ടല്ല എൻ്റെ സെൽഫിൻ്റെ വളർച്ച ഉണ്ടാവുക, പ്രവർത്തിച്ചിട്ടാണ്. എന്താണ്? എന്നെ അയച്ചവൻ്റെയാണ് ആ പ്രവൃത്തി. അതുകൊണ്ടാണ് അപ്പോൾ യോഹന്നാൻ മുഴുവൻ എഴുതുന്നത് ആർക്ക് ഉത്തരം കൊടുത്തിട്ടാണ്? ഗ്രീക്കുകാർക്കാണ്. ഗ്രീക്കുകാർ യേശുവിനെ തേടി വന്നു. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഉറങ്ങിയിരിക്കാതെ, വിത്തിൻ്റെ അകത്ത് മരം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വിത്ത്, മരം. ആ വിത്തിൻ്റെ അകത്ത് മരം എന്ത് ചെയ്യണം? കോൺഷ്യസ്നസ്. നിങ്ങൾ അതിൽ കോൺഷ്യസ്നെസ്സിൻ്റെ പ്രസൻസ് അനുഭവിച്ച് ഇങ്ങനെ സുഖിച്ചിരിക്കുന്നത് വിത്തിന് സമാനം. വിത്തേ, നീ അഴുകുക, വളരുക. വളരുക. വിത്ത് മണ്ണിലിട്ടാൽ വളരും. മനുഷ്യൻ വളരണമെങ്കിൽ ബലം പ്രയോഗിക്കണം. ഹി ഹാസ് ടു ആക്ട്. അപ്പൊ പ്രവൃത്തിയുടെ സുവിശേഷമാണ് യേശുവിൻ്റെ സുവിശേഷം. ധ്യാനത്തിൻ്റെ സുവിശേഷമാണ് പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടിലിൻ്റെയും അഗസ്റ്റിൻ്റെയും അക്വിനാസിൻ്റെയും സുവിശേഷം. അതുകൊണ്ട് യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ നീ ചെയ്യുക. ആരാണ് മണൽപ്പുറത്ത് വീട് പണിത ബോഷൻ? എൻ്റെ വചനം കേൾക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ധ്യാനകേന്ദ്രത്തിലേക്ക് പോകുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് വീട് പണിയുന്ന ബോഷന് സമാനം. ആരാണ് ഉറപ്പുള്ള പാറമേൽ കേൾക്കുക, അനുസരിക്കുക. 20 വർഷം മുൻപ് ഒരു ദൈവശാസ്ത്ര സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ ഞാനിപ്രകാരം പറഞ്ഞു, ബൈബിളിനെ മനസ്സിലാക്കാൻ ആളുകൾ ചെയ്യുന്നത് എന്താണ്? ഒരു അച്ഛൻ, എൻ്റെ കൂട്ടുകാരൻ, ബൈബിളിലെ വാചകങ്ങൾ പഠിക്കാനായിട്ട്
ജെറുസലേമിൽ പോയി 10 കൊല്ലം ചെലവഴിച്ചു, ഹീബ്രു പഠിച്ചു, ഗ്രീക്ക് പഠിച്ചു, അത് പഠിച്ചു, ഇത് പഠിച്ചു, എല്ലാം പഠിച്ചു. അദ്ദേഹം ക്ഷമിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം പഠിക്കാനാണ് അദ്ദേഹം അധിക സമയം ചെലവഴിച്ചത്. അതിൻ്റെ സിലബിൾസ് എന്താണ്? അദ്ദേഹത്തിൻ്റെ അപ്പനോട് ക്ഷമിക്കാൻ അറിയില്ല. അപ്പം ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു, ക്ഷമിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം പഠിക്കാൻ ഹീബ്രുവും ലാറ്റിനും ജെറുസലേമിലും യേശുവിൻ്റെ കുരിശിൻ്റെ സ്ഥലത്തും അവിടുത്തെ ജോർദാൻ നദിയിലെ മീൻ തിന്ന് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒലീവിൻ്റെ എണ്ണ കാച്ചിയ മീനൊക്കെ തിന്നുകൊണ്ട് ക്ഷമിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല. ക്ഷമിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ചുറ്റുപാടുള്ളവർ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുക. പ്രിയമുള്ളവരെ, 10 കൊല്ലം പഠിച്ച അച്ഛൻ പിന്നീട് എന്നെ കാണുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ക്ഷമിക്കണമല്ലേ മാഷേ, ക്ഷമിക്കണമല്ലേ മാഷേ. അപ്പം പ്രിയമുള്ളവരെ, അത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. എന്തുകൊണ്ട്? അത് കോണ്ടംപ്ലേഷനാണ് സുപ്രീം ആക്ടിവിറ്റി എന്ന പേരിൽ എഴുതി പഠിപ്പിച്ച് എന്തായി? നിഷ്ക്രിയരായി. ഞാൻ പരിചയമുള്ള എല്ലാ കത്തോലിക്ക ലിഷർ ക്ലാസ്സിൽ പെട്ട ആളുകളും പെൻഷൻ മേടിക്കുക, ശമ്പളം മേടിക്കുക, കാശുണ്ടാക്കുക, പിന്നെ എന്നിട്ട് പഞ്ചായത്ത് ഇലക്ഷനാണ്. അതൊക്കെ സബ്സ്റ്റാൻഡേർഡ് പണിയല്ലേ. ഞാൻ പോലും ഇതൊരു വലിയ രഹസ്യമാണ് കേട്ട. ഇപ്പം എൻ്റെ വീട്ടിലെ ഭാര്യയാണ് എൻ്റെ എല്ലാ അടുക്കള പണിയും ചെയ്യണത്. എനിക്ക് 3 നേരം ചെന്നാൽ മതി. എല്ലാം ഹോട്ടലിൽ ഒരുക്കണേക്കാട്ടിലും ഭംഗിയായിട്ട് ഒരുക്കും. എനിക്ക് കണ്ണടച്ചിട്ട് ചെന്നാൽ എൻ്റെ എല്ലാ വസ്ത്രങ്ങളും എനിക്ക് ഓരോ കള്ളിയിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. കറണ്ട് വേണമെന്നില്ല. അത്ര കൃത്യമായിട്ട് ചെയ്യുന്ന ഭാര്യയാണോ ഞാനാണോ നല്ലത്? ഞാൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കല്ലേ. അവൾ ചീപ്പായിട്ടുള്ള മഠത്തിലെ ചേടത്തിമാരുടെ പണിയെടുക്കുന്ന ആളല്ലേ. ആ ഒരു ബോധം എന്നിൽ എന്തുകൊണ്ട് വന്നു? എന്തുകൊണ്ട് ഞാൻ തുല്യമായിട്ട് കാണുന്നില്ല? മഠത്തിലെ ചേടത്തിമാരും മഠത്തിലെ സിസ്റ്റർമാരും എന്തുകൊണ്ട് തുല്യരല്ല? അത് ഈ കോണ്ടംപ്ലേഷൻ്റെ തിയറി വെച്ചിട്ടാണ് പിന്നെ ബൈബിൾ വാക്യങ്ങളെ വ്യാഖ്യാനിക്കണേ. മർത്തായും മറിയത്തിൻ്റെയും വീട്ടിലേക്ക് ഒരിക്കൽ ചെന്നപ്പോൾ മർത്ത പറഞ്ഞു, യേശുവേ, ഞാൻ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇവളോ അങ്ങയുടെ കാൽക്കൽ വീഴ് വന്ന് അവിടെ ഇരിക്കുന്നു, ഇവളോട് എൻ്റെ അവിടെ വന്നൊന്ന് സഹായിക്കാൻ പറ. ഉടൻ തന്നെ യേശു പറഞ്ഞു, മർത്ത മർത്ത, നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിരിക്കുന്നു, ഒന്ന് മാത്രം മതി, അവൾ നല്ലത് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? 2000 കൊല്ലമായിട്ട് നൽകുന്ന വ്യാഖ്യാനം എന്താണ്? 2000 കൊല്ലമായിട്ട് സഭ നൽകുന്ന വ്യാഖ്യാനം ഇതാണ്: മറിയം എടുത്തതാണ് നല്ലതും മറ്റേത് താഴ്ന്നതും. യേശു പറഞ്ഞ അതല്ല, അവൾക്ക് ഉചിതമായത് അവൾ തിരഞ്ഞെടുത്തു എന്നാണ്. അവൾക്ക് ഏറ്റവും നല്ലത് അവൾ തിരഞ്ഞെടുത്തു. നിനക്ക് ഏറ്റവും നല്ലത് നീ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പൊട്ടിയെ കൊണ്ട് അടുക്കളയിൽ പണിയെടുക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് അവൾ എൻ്റെ അടുത്ത് വന്നിരിക്കണേ. അവൾക്ക് നല്ലത്, അവൾക്ക് നല്ല ഭാഗമാണ് അവൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അടുക്കളപ്പണിക്കാരികളും കൈക്കോട്ടുകളക്കാരും തെങ്ങ് കയറ്റക്കാരും പെയിൻറ്റ് പണിക്കാരും അതുപോലെ ഡെയിലി കൂലി ചുമട്ട് തൊഴിലാളികളും ഉന്നതമായ പ്രവൃത്തിയാണെന്ന് പറ്റാത്ത വിധത്തിൽ ക്രിസ്ത്യാനികളുടെ സങ്കുചിതത്വം അകന്നു നിന്നപ്പോൾ നമുക്കെങ്ങനെയാണ് ബ്രാഹ്മണനെയും ശുദ്രനെയും വേർതിരിക്കുന്ന ഒരു സംവിധാനത്തിന് എതിരെ നിൽക്കാൻ പറ്റുക? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, അവരെ ഞാൻ ആശ്വസിപ്പിക്കാം. ധ്യാനിക്കുന്നവരെ നിങ്ങൾ എൻ്റെ മുമ്പിൽ നിന്ന് കടന്നു പോകുവിൻ. അവരെ ആശ്വസിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അവർക്ക് ആശ്വാസമില്ല. കാരണം സ്നേഹിക്കുക എന്നത് പ്രവൃത്തിയാണ്. അവന് മാത്രമാണ് ദൈവം ആരാണെന്ന് അറിയുക, അല്ലാണ്ട് ധ്യാനിക്കുന്നവന് ദൈവം അറിയില്ലേ. അപ്പോൾ ഈ ഒരു അകൽച്ചയാണ്. അപ്പം എന്താണ് യേശു ക്രിസ്തു നൽകിയ മനുഷ്യനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള യുണീക്ക് കോൺസെപ്റ്റ്? നിങ്ങൾക്ക് ഒരു തത്വചിന്തകനിലും കാണാൻ പറ്റില്ല. എല്ലാവരും ധ്യാനത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, യേശു മാത്രം പ്രവൃത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രിയമുള്ളവരെ, എനിക്ക് അടുത്ത കാലത്ത് ലിയോ 14 മാർപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം, ഒരു കമൻ്റ് ഇതാണ്: ഈ വിശുദ്ധ ലോറൻസ് ഒരു
വിശുദ്ധനാണ്. അദ്ദേഹം ഒരു അടുക്കളക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകം ഇതാണ്, ദൈവ സാന്നിധ്യ സ്മരണ. ആ ബുക്ക് ഞാൻ 10 കൊല്ലം മുമ്പ് വായിച്ചിട്ടുണ്ട്. ഷാലോമാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്കൊരിക്കൽ ബെന്നി സമ്മാനമായി തന്നതാണ്. ആ ദൈവ സാന്നിധ്യ സ്മരണ പറയുന്ന അതേ ഒരു അടുക്കളക്കാരനാണ് വിശുദ്ധനായത്. മഠത്തിലെ ചേടുത്തി പോലെ കൂട്ടാനരിയുമ്പോഴും ചോറ് വയ്ക്കുമ്പോഴും എല്ലാം ദൈവത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. അല്ലാണ്ട് പേരിനോ പ്രശസ്തിക്കോ വോട്ടിനോ വേണ്ടിയിട്ടല്ല നന്മ ചെയ്തിരുന്നത്, അധികാരത്തിനോ വേണ്ടിയായിരുന്നില്ല. അതാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ സ്നേഹം, അതാണ് പ്രവൃത്തി. അപ്പോൾ അടുക്കളക്കാരന് വിശുദ്ധനാകാൻ പറ്റുമോ? ചുമട്ട് തൊഴിലാളിക്ക്, കൈക്കോട്ട് കളക്കാരന്, ഇതെല്ലാം മാറ്റിവെച്ച് ധ്യാനിക്കുന്നവൻ ഉന്നതനും. അതാണ് സുപ്രീം പ്രവൃത്തി. ധ്യാനമാണ് ഏറ്റവും വലിയ ദൈവാനുഭവം എന്ന് എഴുതി വെച്ച ആ തെറ്റിൽ കുടുങ്ങി എന്താണ് പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ ക്രിസ്ത്യാനികൾക്ക് കഴിയാതെ പോയി. അതുകൊണ്ടാണ് യേശുവിൻ്റെ യുണീക്ക്നെസ് മനസ്സിലാകാതിരിക്കുന്നത്. അതുകൊണ്ട് ആർച്ച് ബിഷപ്പിനുള്ള എൻ്റെ മറുപടിയാണ്, അത് ഇംഗ്ലീഷിൽ എഴുതി അയക്കണം. ആ മറുപടിയാണ് എന്ത്? എല്ലാ ദൈവങ്ങളും ധ്യാനിക്കുന്ന ദൈവമാണ്. യേശുവിൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. എല്ലാവരും മുരിയാടോ മറ്റിടത്തൊക്കെ പോയി ധ്യാനിച്ചാൽ സ്വർഗത്തിലേക്ക് പോകാം എന്ന് വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരൻ ഒരു സ്വപ്നം കണ്ടു. അവൻ ഇവിടെ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ സ്വർഗത്തിൽ ചെന്നു. അപ്പോൾ സ്വർഗത്തിൽ ചെന്ന വഴിക്ക് വിശുദ്ധ പത്രോസ് കൈക്കോട്ട് എടുത്തു കൊടുത്തു. അദ്ദേഹത്തോട് പറഞ്ഞു പറമ്പ് കളച്ചോളാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ എനിക്ക് സ്വർഗം വേണ്ട, കാരണം ഞാൻ പണിയൊന്നും എടുക്കാത്തൊരു സ്ഥലം അന്വേഷിച്ചിട്ടാണ്. പണിയെടുക്കാതെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, പെണ്ണുങ്ങളായിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുക, അങ്ങനെയുള്ള ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് ഭൂമിയിൽ വന്ന് വീണ്ടും പ്രാർത്ഥന തുടങ്ങി എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ സ്വർഗം എന്ന് പറഞ്ഞാൽ കൈക്കോട്ട് കളയ്ക്കാനും ചുമടെടുക്കാനും വീട് പണിയാനും ചിത്രം വരയ്ക്കാനും പ്രതിമകൾ ഉണ്ടാക്കാനും ഉള്ളൊരു സ്ഥലമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഒരു അധ്വാനിക്കുന്ന ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനാണ് ക്രിസ്തു നമുക്ക് തരുന്ന ദൈവം. ആ ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ധ്യാനിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പിറകെ പോയാൽ ക്രിസ്തു ആരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ക്രിസ്തു മതം പരാജയപ്പെടുമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. നിങ്ങൾ വചനം ധ്യാനിക്കുന്നവരാകാതെ അത് പ്രവർത്തിക്കുന്നവരായി മാറാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. നന്ദി.